എന്റെ ചെയിൻ വേറൊരെണ്ണം വാങ്ങിത്തരാൻ പറയടി. വാങ്ങിത്തരൂ ദേവേട്ട. എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? എന്റേത് ഒറിജിനൽ അല്ല, മുക്കുണ്ടായിരുന്നു. ഇത് സ്വർണവും, പിന്നെങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? മുക്കുണ്ടോ? അതെ, ഫാൻസി സ്റ്റോറിൽ നിന്ന് വെറും 100 രൂപയ്ക്ക് വാങ്ങിയത്. നിനക്കൊക്കെ മുക്കുവണ്ടം തന്നെ അധികം പറ്റാ. ശരി, വാങ്ങിത്തരാം. വണ്ടി കയറ്. സത്യം? വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, വണ്ടി കയറ്. എന്നാലും ആ ബ്രേസ്ലെറ്റ് എവിടെ പോയി? അതറിയാമെങ്കിൽ നേരെ അവിടെ പോയി അന്വേഷിച്ച പോരമ്മേ. ഓ, ഒന്നാന്തരം ഒരു ബ്രേസ്ലെറ്റ് എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വലിയ മിടുക്കത്തിയാവാൻ നോക്കല്ലേ. ദേവന് മനസ്സലിവുള്ളതുകൊണ്ട് വേറെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഇല്ലെങ്കി കാണാമായിരുന്നു മോങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേവേട്ട, ഇനി വാങ്ങുമ്പോഴേ 2-3 മണി കൂടുതലുള്ളത് വാങ്ങണം. ദേ, ഇതുപോലത്തെ ഡിസൈൻ വേണം. ദേവേട്ട, എന്താ ഞാൻ പറഞ്ഞത് വല്ലതും ദേവേട്ടൻ കേട്ടായിരുന്നോ? ഞാൻ ഡിസൈനിന്റെ കാര്യ പറഞ്ഞത്. അത് കേട്ടു. ദേവേട്ടാ, എന്താ ഞാൻ പറഞ്ഞത് കേട്ടോന്ന്? എന്ത് കേട്ടോന്ന്? കണ്ടോ, ഇത്രയും നേരം ഞാനിവിടെ പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേ? നല്ല ആളാ. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ വർത്തനം പറഞ്ഞ കേക്കിലെ വല്ലി. റോഡിലായിരിക്കില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അത് ശരിയാ. എന്നെ പഠിപ്പിച്ചോ ദേവേട്ട? എന്ത്? കാർ ഓടിക്കാൻ. എന്റെ വലിയൊരു ആഗ്രഹം കാർ ഓടിക്കാൻ പഠിക്കണമെന്ന്. ഇത് പഠിക്കാൻ എളുപ്പമാണോ ദേവേട്ട? പിന്നെ എളുപ്പം പഠിക്കാം. വല്ലിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? അറിയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ സൈക്കിളിലല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. അത് നന്നായിട്ട് അറിയാം. അതറിയെങ്കിൽ പിന്നെ ഇത് ഈസിയാ. വെറുതെ ഇങ്ങനെ തിരിച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവിട്ടി കൊടുക്കണം. സെയിം സൈക്കിൾ ഇടുന്ന പോലെ. അത്രേ ഉള്ളൂ. എന്നെയും പഠിപ്പിക്കാമോ കാർ ഓടിക്കാൻ? അതിന് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നാ മതി. എന്നാലേ നിനക്ക് ലൈസൻസ് കിട്ടുള്ളൂ. വലി, നീ കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കോ? ഞാനൊന്ന് വണ്ടി ഓടിച്ചോട്ടെ.